അപ്പോൾ ഹേ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ മറ്റൊരു കിടുക്കാച്ചി വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ് മൈൻക്രാഫ്റ്റിൻ്റെ മറ്റൊരു മോഡ് വീഡിയോ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോഡ് ബെറ്റർ മൈൻക്രാഫ്റ്റ് ആണ്. ബെറ്റർ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു ഗെയിം പ്ലേ വീഡിയോ നമ്മൾ നേരത്തെ മുമ്പ് ചാനലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണത്തുണ്ടെങ്കിൽ അതൊന്ന് പോയി ചെക്ക് ഔട്ട് ചെയ്യുക. അതിൽ നമ്മൾ ബിഗിനേഴ്സ്, അതായത് ബെറ്റർ മൈൻക്രാഫ്റ്റിലേക്കുന്ന ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ അത് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. സോ അതും കൂടെ കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് എന്തിനാണ് പിന്നെയും ഈ ബെറ്റർ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു ഗെയിം പ്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാനാണെങ്കിൽ ബെറ്റർ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു ലെറ്റ്സ് പ്ലേ സീരീസ് തുടങ്ങാൻ പോവാണ്. നിങ്ങൾക്കറിയായിരിക്കും, നമ്മുടെ മൈൻക്രാഫ്റ്റിനേക്കാൾ ഒരുപാട് ഫീച്ചേഴ്സും ബയോംസും അതുപോലെ ഒരുപാട് സംഭവമുള്ള ഒരു ഗെയിമാണ് മോഡാണ് ഈ ബെറ്റർ മൈൻക്രാഫ്റ്റ്. സോ ഇതിൻ്റെ ലെറ്റ്സ് പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ത്രില്ലിംഗ് ആയിരിക്കും, അഡ്വഞ്ചർ ആയിരിക്കും. കാരണം പുതിയ പുതിയ സംഭവങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ സ്പോൺ ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കുറച്ച് ഐറ്റംസും കിട്ടിയിട്ടുണ്ട്. വേറെ കാര്യം അത് നോക്കണ്ട. പിന്നെ നോമ്പൊക്കെ ആയ സ്ഥിതിക്ക് കുറച്ച് സൗണ്ടിന് കുറച്ച് വ്യത്യാസം ഉണ്ടാകും. പിന്നെ പഞ്ഞിങ് ആണ് ഗീസ്. അതായത് പഞ്ഞിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ സ്പോൺ ആയപ്പോൾ തന്നെ ഒരു ടെക്സ്ചർ ഉണ്ട്. ടെക്സ്ചറിൽ പോവാം, ടെക്സ്റ്റിൽ കയറാം. സോറി, ഇവിടെ ചെറിയ ഫാർമിംഗ് ഒക്കെ ഇട്ടല്ല. ചോറന്തേ ഇത് വഴി കൊള്ളാലാ. വഴി സീനായിട്ടുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ട്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇതാരാ ലോൺലി വിസാർഡോ? ഇതേതോ വിസാർഡാണ്. ഓക്കെ, പുള്ളി എന്തോ മന്ത്രവാദിനെയാണെന്ന് തോന്നുന്നു ഗൈസ്. ഇത് ക്രിസ്റ്റൽ നമുക്ക് ഇവിടുന്ന് എടുക്കണം ഗൈസ്. വെയിറ്റ്, ഇപ്പം എടുക്കണ്ട. ക്രിസ്റ്റലും കൊണ്ട് ക്രിസ്റ്റൽ ആർമറൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ആർമർ. ഓക്കെ, ചെറിയ ആർമറും കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ആർമർ ഇതെന്താ? ഹെൽത്ത് ഹീലിംഗ് പോർഷൻ അല്ലേ? അതെ. ഓക്കെ, അടുത്ത പിന്നെയും ഒരു ആർമർ കിട്ടിയിട്ടുണ്ട്. ഇത് വലിയ സുഖമില്ലാത്ത ആർമറാണ്, അതാണ് മറ്റൊരു ട്വിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഒരുപാട് നല്ല സംഭവങ്ങളുണ്ട്. ഇവിടെ വേറെ റൂമുണ്ടല്ലോ. ഗൈസ്, ഭയങ്കര വലിയ റൂമാണ്. അപ്പോൾ നമുക്കപ്പോൾ ഇവിടെ ഇതിൽ തന്നെ ഒരുപാട് കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എടുക്കണം. അപ്പോൾ നമ്മുടെ പിക്കാക്സ് ഒന്നും ഇല്ല. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കണം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 2K ആണ്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ 1.8K സബ്സ്ക്രൈബ് അടിച്ചിരിക്കുകയാണ്. താങ്ക്സ് ഫോർ നിങ്ങൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ അത്ര കഴിച്ചത്. സോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനൊരു കാരണം കൂടി ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വൻ കുറവാണ്. നിങ്ങൾ ഈ വീഡിയോ ഫ്യൂച്ചറിലെങ്ങാനും, അത് 2 വർഷം 3 വർഷം കഴിഞ്ഞിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് എത്ര ആയിരിക്കും? നല്ല ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ? അറിയത്തില്ല ഗൈസ്, മിക്കവാറും അനങ്ങിയിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ലായിരിക്കും. അപ്പോൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നേരെ കണ്ട ഈ പ്രൂസ് വുഡും കൊണ്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി. ഇപ്പോൾ പ്രൂസ് ക്രാഫ്റ്റിംഗ് ടേബിളായി. അതാണ് ബെറ്റർ മൈൻക്രാഫ്റ്റ്. ഒരുപാട് സംഭവങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ബെറ്റർ മൈൻക്രാഫ്റ്റിൽ. ഓക്കെ, നമുക്ക് ആദ്യം കിട്ടിയ സംഭവങ്ങളൊക്കെ ഇങ്ങോട്ട് എടുത്ത് വയ്ക്കുക. ഇതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. പിന്നെ ഒന്നും വേണ്ട. ഓക്കെ, പിക്കാക്സ് മാത്രം മതി തൽക്കാലം. ഇനി നമുക്ക് സ്റ്റോൺ എടുത്തിട്ട് ഫുൾ സ്റ്റോൺ ടൂൾസ് റെഡിയാക്കണം. അപ്പോൾ ഈ ടെക്സ്ചർ മാത്രമല്ല. ഇതാരാ എൻജാൻറ്റ് ചെയ്ത? ഇവൻ്റെ ഹാർട്ട് കണ്ട. എനിക്ക് എന്നെ ഫസ്റ്റ് നിങ്ങൾ ഗെയിം പ്ലേ ഉണ്ടാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ടിപ്പ് പറഞ്ഞുതരാം. ഇങ്ങനത്തെ എൻജാനിങ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവരൊന്ന് കൊല്ലുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ എൻജാനിങ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചെണ്ടടിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, ഇവർ എൻജാനിങ് ആയതുകൊണ്ട് തന്നെ ഇവരിൽ വെറുതെ ഒരു നോർമൽ ലൂട്ട് എല്ലാവർക്കും കിട്ടുന്നത്. എന്തെങ്കിലും അയണോ ഗോൾഡോ അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഗോൾഡ് കിട്ടി കണ്ട, അതാണ് പറഞ്ഞത്. ഓക്കെ, ഇനിയിപ്പോൾ വേറെ വല്ല ടെക്സ്ചറും കാര്യം കാണണം. അതിന് മുമ്പായിട്ട് എനിക്ക് ഫുഡ് കളക്ട് ചെയ്യണം. ഇവിടെ തന്നെ ഈ ബെറി ഉണ്ട്. ബെറി അല്ല, ജെറി. നമ്മൾ ഈ ഇടയ്ക്ക് വെച്ച് പറഞ്ഞായിരുന്നു, നമ്മളിനി ബെറീനെ വിളിക്കില്ല, ജെറിന്നായിരിക്കും വിളിക്കുന്നത്. കാരണം പല പല വാക്കുകളൊക്കെ ആയി പോകും. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേണ്ട. ഇനി വല്ല ടെക്സ്ചർ എന്തെങ്കിലും കാണണം. ബെറ്റർ മൈൻക്രാഫ്റ്റിനെ ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം, നമുക്ക് ഈ കാണുന്ന ടെക്സ്ചറിനെ തന്നെ നമുക്ക് ഡയമണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ആർമറൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അവിടെ ആയിട്ട് തന്നെ ഒരു കേവ് ഉണ്ട്. സോ നമുക്ക് ആ കേവിൽ തന്നെ മൈൻ ചെയ്യാം. ചിലപ്പോൾ എന്തെങ്കിലും കിട്ടിയാലോ. പിന്നീട് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ജസ്റ്റ് ഈ മൈൻക്രാഫ്റ്റ് പോലെ ഓറൊന്നും അല്ല ഗൈസ്, കുറേ ഓറൊക്കെ ഉണ്ട്. ഓറ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് സ്റ്റോൺ കളക്ട് ചെയ്യാം. ഇത് വലിയ കേവല്ലോ, മോബ്സ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. സ്റ്റോൺ കളക്ട് ചെയ്യണം. പിന്നെ ഗൈസ് എനിക്ക് ഇതെന്താ മൂഞ്ചി.
മുജാ ഓ സഫക്കേറ്റായി മരിച്ചു കായി സഫക്കേറ്റായി ഷിറ്റ് ഇവരാന്ന് തോന്നുന്നു. അതെ അതെ കണ്ട അത് ബെറ്റർ മൈൻക്രാഫ്റ്റിൻ്റെ ഓ മൈ ഗാഡ് അതൊക്കെ ഭയങ്കര സ്കില്ലാണ് ഗൈസ്. ബെറ്റർ മൈൻക്രാഫ്റ്റിൻ്റെ ഫീച്ചറാണ് ഗൈസ്. നമ്മൾ ചത്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇത് കാണിക്കും എന്നടാ പിന്നല്ല എവിടെ എവിടെ ഉഫ് ഞാൻ വിചാരിച്ചു എൻ്റെ ഐറ്റംസ് ഇരിക്കണേ എൻ്റെ അസ്ഥികൂടം. അയ്യോ എൻ്റെ അസ്ഥികൂടത്തിൻ്റെ മേളിൽ സ്റ്റോപ്പായി. ഓക്കെ നീ ഇതൊക്കെ എടുക്കുക അതൊക്കെ എടുക്കുക. ഇത് പൊട്ടിച്ചാൽ പോരെ? കൈ കിട്ടുമോ? ആ കൈ കിട്ടും. പിന്നല്ല ഇതെന്താ പിക്കാക്സ് പൊട്ടാറായിരിക്കുന്നേ? ആകെ ഞാൻ കുറച്ച് സ്റ്റോണല്ലേ എടുത്തുള്ളൂ, 4 സ്റ്റോൺ എടുത്തുള്ളൂ. അപ്പോഴേക്കും പിക്കാക്സ് പൊട്ടി. ഇതെന്ത്? ഇത് ബെറ്റർ മൈൻക്രാഫ്റ്റിൻ്റെ ഫീച്ചറല്ല, ഇത് ബഗ് റോക്കിൻ്റെ ഫീച്ചറാണ് ഗൈസ്. ഇനി നമുക്കൊരുപാട് സ്റ്റോൺ ആവശ്യമുണ്ട്. അതൊക്കെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ ഗൈസ് ഇപ്പോൾ നമുക്ക് 17 കോബിൾ സ്റ്റോൺ ആയി. ഇത് തൽക്കാലം മതിയായിരിക്കും. ഇത് മതി ധാരാളം. അയ്യോ ഇതും മതി ഗൈസ്, ഇത് ധാരാളം. അപ്പോൾ നമുക്കിത് എടുത്തു വെച്ചേക്കാം. MLGs ആണല്ലോ ഗൈസ്. ഒരു മൈൻക്രാഫ്റ്റ് യൂട്യൂബറൊക്കെ ആകുമ്പോൾ മെയിനായിട്ടും വേണ്ടത് MLG ആണ്. സോ നമ്മളിനി വീഴാൻ നേരത്തെ MLG ചെയ്യും ഗൈസ്. കൈ പിടിച്ച് വെച്ചേക്കാം. എന്തെങ്കിലും ഗെയിമൊക്കെ കാണാൻ പെട്ടെന്ന് ഇറങ്ങണം. ഓ ഇവിടെ മറ്റേ ഇതുണ്ട്, പേരെന്തായിരുന്നു? മറ്റേ ലഷ്കീവ് അതിന് പെട്ടെന്ന് മറന്നു പോവാണ് ഗൈസ്, വയസ്സൊക്കെ ആയി. ഓക്കെ ഇതിവിടെ വേറെ ടെക്സ്ചർ കാണുന്നുണ്ട്. ഇതെന്താ ഇത്? ഇതെന്താ കിണറാ? വൈറ്റ് സ്റ്റോൺ ബ്ലോക്ക്. ഇത് ഹൈറ്റെയിലൊക്കെ കളിക്കുന്ന പ്ലേസിലായിരിക്കും. ഇതെന്താ? ഇതിൽ കസ്റ്റം ബ്ലോക്കും ഉണ്ട്. അതൊക്കെ സ്മാൾ ഓക്ക് ലോഗോ. ഇതൊക്കെ ഇത് കൈ പിടിച്ചെങ്ങനെ ഉണ്ടാവും? ഇത് കൊള്ളാട്ടാ. ഈ ബ്ലോക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പഠിക്കണം ഗൈസ്. ഇത് നൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെറിയ ലാഗൊക്കെ അടിക്കുന്നുണ്ട്. മോളിൻ്റെ ചെറിയ പ്രശ്നമാണ്. അപ്പോൾ ഒരു സൂപ്പർ ചാറ്റൊക്കെ ചെയ്താൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല കിട്ടില്ല PC ഒക്കെ മേടിക്കാം. ഇതവിടെ കുറേ കോളൊക്കെ ഇരിക്കണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല. ഐ തിങ്ക് മൈൻക്രാഫ്റ്റ് കോപ്പർ ആർമറിൻ്റെ അപ്ഡേറ്റ് കൊണ്ടുവന്നതിന് മുൻപേ ബെറ്റർ മൈൻക്രാഫ്റ്റ് കോപ്പർ ആർമർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലത്തെ കോപ്പർ ആർമറിൻ്റെ ടെക്സ്ചർ വേറെ ആയിരിക്കും, അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ ഗോൾസ് ഒന്നും പറഞ്ഞില്ല. ഫസ്റ്റ് എപ്പിസോഡിലത്തെ ഗോൾസ് ഇല്ലാത്തതാണ് അതിൻ്റെ ഗോൾസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾസ് ഒന്നുമില്ല, നമുക്ക് പറ്റുന്ന പ്രോഗ്രസ്സും അതൊക്കെ ചെയ്യാം, അത്രേ ഉള്ളൂ. ഓ മൈ ഗോഡ് എന്താ കേവാ? അതെ അവിടെ കുറച്ച് കോളിരിക്കുന്നുണ്ട്, കോളെടുക്കാം. ചെറിയൊരു പ്രശ്നമുണ്ട്, രാത്രി ആകുമ്പോഴാണ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ട ടെക്സ്ചറിനകത്ത് ബെഡില്ലായിരുന്നു. ഓ മൈ ഗോഡ്, എനിക്ക് വേണമെങ്കിൽ ഷീപ്പിനെയും കണ്ടില്ല, ഒത്തിരി ഫുഡും ഇല്ല ഗൈസ്. സോ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ നൈറ്റ് ഇവിടെ സ്കിപ്പ് ചെയ്യാം. ഇവിടെ വയ്ക്കാം ക്രാഫ്റ്റിംഗ് ടേബിൾ, എന്നിട്ട് ഒരു ഫർണസ് ക്രാഫ്റ്റ് ചെയ്യാം. ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ ഇനി ഇതിവിടെ വെച്ചിട്ട് നമുക്ക് ഈ കോപ്പർ എടുക്കാം. എന്നിട്ട് ഈ കോപ്പർ സ്മെൽറ്റാക്കാൻ വയ്ക്കാം. പുറത്തിറങ്ങുമ്പോൾ ചെറിയൊരു ആർമറെങ്കിലും കയ്യിലിരിക്കട്ടെ ഗൈസ്, അതായിരിക്കും നല്ലത്. ഓക്കെ ഇവിടെ കുറേ കോപ്പറൊക്കെ ഉണ്ട് ഗൈസ്. കോപ്പർ ചെറിയ ആർമറാണ്. നമുക്കിങ്ങനെ ഈ ലെറ്റ്സ് പ്ലേ 2ാമത്തെ എപ്പിസോഡ് 3ാമത്തെ എപ്പിസോഡ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ പിന്നെ നിങ്ങൾ വിചാരിക്കാം ബ്രോ എന്തിനാ പുതിയ ലെറ്റ്സ് പ്ലേ, നമുക്ക് ഓൾറെഡി ലെറ്റ്സ് പ്ലേ ഉണ്ടല്ലോ എന്ന്. അതും നമ്മൾ കളിക്കും ഗൈസ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും, ഈ നോർമൽ മൈൻക്രാഫ്റ്റ് നിങ്ങൾക്ക് കളിക്കാനറിയാം, ഫാർമിങ്ങും അറിയാം. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾക്കതറിയാം, അതിനപ്പോൾ ഒരു ത്രില്ലില്ല. നിങ്ങളെൻ്റെ വീഡിയോസ് കാണുന്നതാണെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ കൂടുതലും കളിക്കുന്നത് ഈ മോഡ്സാണ്, അതായത് മൈൻക്രാഫ്റ്റിൻ്റെ മോഡ്സാണ്. സോ മോഡ്സ് കളിക്കുമ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും, നല്ല അഡ്വഞ്ചർ ആയിരിക്കും. അതുകൊണ്ടൊക്കെ അപ്പോൾ ഈ ബെറ്റർ മൈൻക്രാഫ്റ്റ് ആണെങ്കിൽ നമുക്ക് ലെറ്റ്സ് പ്ലേ തുടങ്ങാം, പിന്നീട് അതൊരു മോഡായിട്ട് കൂട്ടുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് തുടങ്ങിയിരിക്കുന്നത്, ഈ ലെറ്റ്സ് പ്ലേ. അപ്പോൾ ആരും കമൻറ്റ് ബോക്സിൽ പോയി ചെറിയൊന്നും വിളിക്കരുത്. ഇടയ്ക്കിടയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ നോർമൽ ലെറ്റ്സ് പ്ലേ കളിക്കാം. ഇനി അതുകൊണ്ട് പുറത്ത് പേടിക്കൊന്നും വേണ്ട. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു മാറി നിൽക്കാൻ അത് നമുക്ക്
ആ ഒരു ഡിസ്പ്ലേ കളിച്ച് മോഡും കളിച്ച് ഇടയ്ക്ക് ഇത് കളിക്കാനായിട്ടാണ്. ഗൈസ് ഞാൻ വില്ലേജറായി ഗൈസ്. ഗൈസ് ഇതുണ്ട് കോപ്പർ ആർമറിൻ്റെ ടെക്സ്ചർ വേറെ. അത് ഞാൻ പറഞ്ഞില്ലേ, നോക്കിയേ എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല. അയ്യോ അതേ ഇവിടെ കൊണ്ടിരിക്കുന്നു. ഗൈസ് ഇത് ശരിക്കും സെറ്റപ്പായിട്ടുണ്ട്. ആർമറൊക്കെ ആണെങ്കിലും സെറ്റപ്പായിട്ടുണ്ട്. ഹൈറ്റെയിൽ മാതിരി ഉണ്ട് കേട്ടോ, ഹൈറ്റെയിൽ പോലെ. ഹൈറ്റെയിലിൻ്റെ ആർമർ ഏകദേശം ഇതുപോലെയാണ്. ചിരി കണ്ടിട്ടുണ്ടെങ്കിൽ സത്യം പറയാം. ആ ഒരു പടൻ വില്ലേജർ പടനായി എങ്ങനെ ഉണ്ടാവും അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഒരു കോപ്പർ സോഡ് ഉണ്ടാക്കാം. കോപ്പർ സോഡിൻ്റെ ടെക്സ്ചറൊക്കെ നല്ല രീതിയിൽ ഡിഫറെൻ്റ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ പവർ എത്ര 5 അറ്റാക്ക്. എനിക്കറിയത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കമ്പയർ ചെയ്യാം. അതായത് സ്റ്റോൺ സോഡിനാണോ കോപ്പർ സോഡിനാണോ ഏറ്റവും പവർ? രണ്ടിടത്തിനും ഒരേ പവറാണ്. ഡ്യൂറബിലിറ്റി മിക്കവാറും കൂടുതൽ കോപ്പറിനായിരിക്കും. ചെറിയൊരു മാറ്റമൊന്നും വേണ്ട ഗൈസ്. ഓക്കെ ഓക്കെ നമ്മളിപ്പോൾ നല്ല അത്യാവശ്യം പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഗായ്സ്. നമുക്കിനി പുറത്തിറങ്ങാൻ പറ്റുമോ? ഇല്ല മൂഞ്ചു പുറത്തിപ്പോഴും പകരം തന്നെയാണ്. അതാരാ എടാ അതെനിക്ക് കാണണമെന്നുണ്ട്. ഇതാരാ? ഇത് തോമ്പി തന്നെ. ഇവരിങ്ങനെയൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങൾ പോലെ. എൻജാനിങ് ഇവരെയാണ് എനിക്ക് വേണ്ടത്. ഇവർ എൻജാനിങ് ആയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഗോൾഡ് കിട്ടി. ഗോൾഡ് ഓക്കെ നമുക്കിനി ഇവിടെ നിന്ന് ഫർണസ് പൊട്ടിച്ചിറങ്ങാം. എനിക്ക് തോന്നണില്ല ഗൈസ് ഈ എപ്പിസോഡ് തന്നെ പുറത്തിറങ്ങാൻ പറ്റുമെന്ന്. ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മേടിക്കുക. അപ്പോൾ നമ്മളാണെങ്കിൽ എപ്പിസോഡ് 2 നമുക്ക് ഒരുപാട് ഗോൾസൊക്കെ വെച്ച് കളിക്കാം. പറ്റുമെങ്കിൽ ഒരു ബേസും ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ലൈക്ക് മേടിച്ചിട്ട് പോകുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇട്ടുവരെ